ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി പ്രവർത്തിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് ചേർത്ത് വെച്ച് കൊടുക്കാം. പരിശുദ്ധാത്മാവെ, എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഞാൻ അനുഭവിക്കുന്ന രോഗങ്ങൾ, പലതരത്തിൽ ശാരീരിക വ്യഥകൾ അനുഭവിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഈ ആശ്രമത്തിൽ ഇപ്പോൾ ഓൺലൈനിൽ ഇവിടെ ആയിരിക്കുന്നവർ മാത്രമല്ല, അങ്ങ് ദൂരങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട്. നീ എവിടെയായിരിക്കുന്നെങ്കിലും നീ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ശരീരത്തെ ഏറ്റെടുക്കുകയാണ്. നിൻ്റെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു നീ രക്ഷപ്പെടില്ല. എന്നാലിതാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അസാധ്യമെന്ന് ലോകം കരുതിയ കാര്യങ്ങൾ സാധ്യമാവും. ഒരുപക്ഷെ നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ മരുന്ന് കഴിക്കേണ്ടി വരും. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. നീ തകർന്നു പോയിരിക്കുന്നു, നിനക്കിനി രക്ഷയില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞതോ കേട്ടതോ അറിഞ്ഞതോമായ കാര്യങ്ങൾ ഈ സമയം നമ്മൾ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി പരിശുദ്ധാത്മാവ് എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ പ്രവർത്തിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ വിശ്വസിക്കുക, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്നു, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്നു. ഓരോ വ്യക്തിയും ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ വിളിക്കേണ്ട പേരാണ് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൻ്റെ ശക്തിയെ എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ നിറയട്ടെ. രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിലേക്ക് നിറയട്ടെ. തളർന്ന കൈകാലുകളിലേക്ക് നിറയട്ടെ. തളർന്ന നിൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ. നിന്റെ ഉള്ളിലുള്ള ഇന്നലകളിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആരോടെങ്കിലും വിഷമം, വെറുപ്പ്, സങ്കടമുണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആരോടെങ്കിലും പിണക്കത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പിണക്കം മാറ്റട്ടെ. കുടുംബത്തിലുള്ള അസ്വസ്ഥതകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ. ഏതെങ്കിലും വിഷയങ്ങളിൽ പരാജയപ്പെട്ടിനി ഞാൻ രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ നിരാശയുടെ വിത്തിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇതാ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ. പ്രത്യേകിച്ച് നിരാശപ്പെട്ട ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരിൽ ഇതാ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്ന ശുശ്രൂഷയാണ്. നിരാശപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓർക്കണം, നിരാശ എന്ന് പറയുന്നത് പിശാചിൻ്റെ വലിയ ഒരു ആയുധമാണ്. നിരാശ, നിന്റെ ഉള്ളിൽ നിരാശയുടെ വിത്തുണ്ടോ? ഒരുപക്ഷെ പലതവണ പരീക്ഷ എഴുതി ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്ന് നിന്റെ ഉള്ളിൽ നിരാശയുടെ വിത്തുണ്ടോ? ഇതാ പരിശുദ്ധാത്മാവ് നിരാശ മാറ്റാൻ ആഗ്രഹിക്കുന്നു, നിരാശ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ കുടുംബത്തിൽ നാളുകളായി നീ അനുഭവിക്കുന്ന ചില വിഷമങ്ങൾ, നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവേ ആ നിരാശ എടുത്തു മാറ്റണമേ. ഡിസപ്പോയിൻമെന്റ് എടുത്തു മാറ്റണമേ. വിവാഹ മേഖലയിലുള്ള നിരാശ എടുത്തു മാറ്റണമേ. ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിരാശപ്പെട്ടിരിക്കുന്നവര്, വീടുകളില് ഭാരപ്പെട്ടിരിക്കുന്നവര്, അപകർഷതാബോധത്തിന്, വിഷാദ രോഗത്തിന്, ജീവിതത്തിൽ വല്ലാണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങട്ടെ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവെ, പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം എൻ്റെ മേൽ നിറയണം, എൻ്റെ മേൽ നിറയണം. ആഗ്രഹിക്കണം. പോരാ നന്നായി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് കണ്ണുകളടച്ച് നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ചിന്തകളിലും വികാര വിചാരങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിന്റെ ഭാരം പരിശുദ്ധാത്മാവ് മാറ്റട്ടെ.
ആഗ്രഹിച്ചു. പോരാ, നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ. ആമേൻ. സെഹിയോൻ ശാലയില് ശിഷ്യരിൽ ആമേൻ ഒഴുകണമേ. ശിഷ്യരിൽ ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആമേൻ. ശിഷ്യരിൽ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ശക്തിയോടെ കൈയടിച്ച്. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ സെഹിയോൻ ശാലയിൽ പറന്നിറങ്ങിയ അതേ അഭിഷേകം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവര്, മനസ്സ് മടുത്തവര്, നിരാശപ്പെട്ടവര്, വെറുപ്പ് നിറഞ്ഞ അവസ്ഥകള്, കൈപ്പേറിയ അനുഭവങ്ങൾ, ഇതിലെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഒരു പുത്തൻ അഭിഷേകം നിറയ്ക്കട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിച്ചേ, നാവ് തുറന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ, സ്വരമുയർത്തി വിളിച്ചേ. ആരാധന 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലും നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ഓരോ വ്യക്തിയിലും നിറയട്ടെ. അത്ഭുതകരമായ കൃപകൾ നിറയപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയപ്പെടട്ടെ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് എൻ്റെ പ്രിയരെ, ഈ സമയം നീ വിശ്വസിക്കുക, നിന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ ശുശ്രൂഷ സമയം പോട്ടാശ്രമത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനയുടെ അത്ഭുതകരമായ സ്വർഗശക്തി നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ നിൽക്കുന്ന മണ്ണിൽ, നീ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ വെളിപ്പെടട്ടെ. നീ എവിടെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സ്വർഗശക്തി എൻ്റെ മേൽ പ്രവർത്തിക്കുന്നു, നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കണം. യെസ്, ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഹോളി സ്പിരിറ്റ്, സ്വർഗത്തിൻ്റെ ശക്തി എൻ്റെ മേൽ സംഭവിക്കുന്നു. ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥയുടെ മേൽ കാറ്റടിക്കുന്നു, സ്വർഗക്കനല് പറന്നിറങ്ങുന്നു. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയം തന്നെ എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഇത് ഞാൻ അനുഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് വചന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ഓരോ ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത്രമേൽ പ്രാധാന്യമുള്ള ഈ ശുശ്രൂഷ നമുക്ക് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു ദാഹമുണ്ടാവണം. എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ് എന്നിൽ ഇടപെടുന്നൊരു ശുശ്രൂഷയാണ്. അപ്പം അതിൻ്റെ കൊണ്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ ബൈബിൾ എടുക്കണം. നോട്ട് ബുക്കിലൊക്കെ വചനങ്ങൾ എഴുതി പഠിക്കണം. അങ്ങനെ വേണം നമ്മൾ ആത്മീയമായി വളരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത്
ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു വചനം സമ്മാനിക്കുക. വളരെ പരിചിതമായൊരു വചനമാണ്. പക്ഷേ ഇത് വായിക്കും തോറും, കേൾക്കും തോറും, ധ്യാനിക്കും തോറും നമ്മുടെ ഉള്ളിൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലാണ് സംഭവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ഉം 29-ഉം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേർഡ്സ് 28 and 29. മത്തായി 11, 28-ഉം 29. ഇത് പറയുമ്പോൾ തന്നെ പലരുടെയും നാവിൻ തുമ്പിൽ ആ വചനം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വസിക്കണം, ഈ സമയത്ത് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് എനിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ആ വചനം ഒന്ന് നന്നായിട്ടൊന്ന് തുറന്ന് വായിച്ച, ബൈബിൾ തുറന്ന് വായിച്ച മത്തായി സുവിശേഷം 11 അതിൻ്റെ 28-ഉം 29-ഉം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കണ്ടോ, ഒന്നാമത്തെ കാര്യം അതാണ്. ഒന്ന് ഏറ്റു പറഞ്ഞേ, അധ്വാനിക്കുന്നവരും. വാ തുറന്നു പറ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഏറ്റു പറഞ്ഞോ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയാ. വലതുകരം നന്നായിട്ടൊന്ന് ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ വചന ശുശ്രൂഷ സമയത്ത് നമ്മളോട് പറയുവാണ്, നിനക്ക് ഭാരമുണ്ടല്ലോ, നിനക്ക് സങ്കടമുണ്ടല്ലോ, നിനക്ക് വിഷമമുണ്ടല്ലോ, നീ എൻ്റെ അടുക്കൽ വരിക, നിനക്ക് ആശ്വാസം ലഭിക്കും. എന്ത് കിട്ടും? പറഞ്ഞേ, ആശ്വാസം. നിനക്ക് ആശ്വാസം കിട്ടും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കം ടു മീ. കേട്ടോ, നീ എൻ്റെ അടുക്കൽ വരണം. കം ടു മീ all you that are weary and carrying heavy burdens, and I will give you rest. I will give you rest. എന്ത് തരും? റെസ്റ്റ് തരും, ആശ്വാസം തരും, വിശ്രമം നിനക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അധ്വാനിക്കുന്നവരെ, എന്തോന്ന് വിളി കേക്ക്? അധ്വാനം ഉണ്ടോ? അതേ ഉള്ളൂ. ഭാരം വഹിക്കുന്നവരെ, കേൾക്കാനില്ലല്ലോ. പറഞ്ഞേ, ആരെങ്കിലും വിളിക്കുമ്പോൾ എന്താ പറയണ്ടേ? വീട്ടിൽ വിളിക്കുമ്പോൾ എന്താ പറയണേ? എന്തോന്ന് കേൾക്കണം അല്ലേ? ഭാരം വഹിക്കുന്നവരെ, കേൾക്കാനില്ല. ഭാരം വഹിക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ, വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. എന്ത് കിട്ടും? പറ. ആശ്വാസം, റെസ്റ്റ്. ആശ്വാസം കിട്ടുമെന്ന്. ആശ്വാസം, ആശ്വാസം കിട്ടും. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നുമല്ല. എന്ത് കിട്ടും? ആശ്വാസം. നമുക്ക് എന്നതാ വേണ്ടത്? ആശ്വാസം. നമുക്ക് വേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, ആശ്വാസം. വചനം പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു മാസത്തിന് മുമ്പ് ഇവിടെ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛൻ എന്നെ ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് പലതവണ കണ്ടിട്ടുണ്ടാവും. അപ്പം അച്ഛൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ഞാൻ എന്തിനാണ് ഇവിടെ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ശരിയാണ്, എൻ്റെ ഉള്ളിൽ നാളുകളായിട്ട് ഇത് ചോദിക്കണമെന്ന് കരുതിയതാണ് ചേച്ചി. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തിനാ വരുന്നത്? അച്ഛാ, വേറെ ഒന്നിനുമല്ല, ആശ്വാസം കിട്ടാനാണ് വരുന്നത്. എന്ത് കിട്ടാൻ?
ആശ്വാസം കിട്ടാനാണ്. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞതാണ്, അച്ഛാ, എൻ്റെ ജീവിത അനുഭവം വളരെ സങ്കടം നിറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചതുപോലെ, സ്വപ്നം കണ്ടതുപോലെ ഒരു വിവാഹ ജീവിതമല്ല. എനിക്ക് 2 കുട്ടികളുണ്ട്. അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ സ്വപ്നങ്ങൾക്ക് നേർവിപരീതം. ഞാൻ വല്ലാണ്ട് ഞെരുങ്ങുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. അച്ഛാ, ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ചില കഷ്ടതകളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഭാരം. മക്കൾ വളർന്നുകൊണ്ടിരിക്കുക, കോളേജ് പഠനത്തിലോട്ടൊക്കെ എത്തിയച്ചാ, പക്ഷേ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വീട്ടിലുണ്ട്. പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം വല്ലാത്ത ഭാരം. ഞാൻ ഈ പോട്ടാശ്രമത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്തിനെന്നറിയോ അച്ഛാ? ഇതാണ് എൻ്റെ ആശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ ഭാരവും പിടിച്ച് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടുന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ എത്തി. ഈ പോട്ടാശ്രമത്തിൽ വന്നിരുന്ന് ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് പോകുമ്പോൾ വല്ലാത്ത ഒരു ആശ്വാസം. എന്താണ് ആശ്വാസം? ഇതൊരു സ്ത്രീയുടെ മാത്രം അനുഭവമല്ല, മറിച്ച് ഇവിടെ ഇരിക്കുന്ന ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങളുടെ അവസ്ഥയാണ്. വലിയ ഒരു ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ക്ഷണിക്കുന്നത്, നിന്നെ വിളിക്കുന്നത് എന്തിനെന്നറിയോ? നിനക്ക് ഭാരം ഇറക്കി വയ്ക്കാൻ, സ്വസ്ഥത ലഭിക്കാൻ, ആശ്വാസം കിട്ടാനുള്ള ഒരു വഴി തുറന്നു തരികയാണ്. ആശ്വാസം വേണോ? പറയൂ. വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ ഭാരം, നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട്, അധ്വാനം നീ ഇതാ ഈ അൾത്താരയിൽ ഇറക്കി വെക്കണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. സങ്കീർത്തനം 55 വചനം 22. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55 വേഴ്സ് 22. അറിയാമായിരിക്കും. വചനം കേട്ടോളൂ, ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞോണം. അഭിഷേകത്തിന്റെ വചനമാണ്. സങ്കീർത്തനം 55 വചനം 22. വായിച്ചേ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. കണ്ടോ? നിന്റെ ഭാരം ആരെ ഏൽപ്പിക്കണം? ഒച്ചത്തി പറയേച്ചി. ഭർത്താവിനെ അല്ല. ആ ഭാരം ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. കുറെ നാളായല്ലോ പുറകെ നടക്കുന്നു, ഒരു രക്ഷയില്ല. ആരെ ഏൽപ്പിക്കണം? കർത്താവിനെ ഏൽപ്പിക്കണം. ഭർത്താവിനെ അല്ല, കർത്താവിനെ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കും, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കണം. കുറെ നാളായാലും ഇതും ചുമന്നുകൊണ്ട് നടക്കുന്നു. എന്തെല്ലാം ഭാരങ്ങളാണ്. തോളത്ത് ഭാരമാണ്. ചുമ്മാതല്ല ചിലർ കൂനിക്കൂടി നടക്കുന്നത്. കാരണം എന്താ? ഈ തോളത്ത് ഇതെല്ലാം വെച്ചുകൊണ്ട് നടക്കും. അച്ഛൻ ഇത് വല്ലോ മനസ്സിലാവുമോ? എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ, സാമ്പത്തിക കടബാധ്യത, ഇതെല്ലാം ചുമന്നുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിയെ, ഇത് നിനക്കുള്ള സുവിശേഷ ദൂതാണ്. ഇത് നിനക്ക് വേണ്ടിയാണ് കർത്താവ് പറയുന്നത്. ഭാരം വഹിച്ച് വിഷമിച്ചിരിക്കുവല്ലേ? സങ്കീർത്തനം 55:22 പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. എന്നിട്ട് എന്താ സങ്കീർത്തകൻ പറയുന്നത്? അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ദാവീദാ പറയണേ. ജീവിതത്തിൽ അത്രമേൽ ഭാരപ്പെട്ട ഒരു മനുഷ്യനാ പറയണേ, അല്ലാതെ ആകാശത്തു നിന്ന് എടുത്ത ആശയമല്ല. ശ്രദ്ധിച്ചു പഠിച്ചോണം. നിങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കരുത് ഇതൊക്കെ ഈ കല്യാണം കഴിക്കാത്തവരും കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അറിയാത്തവരും ഒക്കെ എവിടുന്നോ എഴുതി വെച്ചതല്ലെന്ന്. ജീവിതത്തിൽ അങ്ങേയറ്റം വിഷമിച്ചൊരു മനുഷ്യൻ പറയുക, നിന്റെ ഭാരം നീ കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കില്ല. നീ കുലുങ്ങാൻ, നീ തളർന്നു പോകാൻ, നീ പെട്ടുപോകാൻ നിന്റെ കർത്താവ് അനുവദിക്കില്ല. വിശ്വസിക്കുന്ന ഒരൊച്ചത്തി പറ ആമേൻ. പോരാ, വിശ്വസിക്കുന്ന 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, വിശ്വസിച്ച് പറഞ്ഞേ. അത് സംഭവിക്കണമെന്ന്, അത് ഏറ്റെടുക്കണം. കരങ്ങൾ കൂപ്പി ചേർന്ന് ആരാധനയുടെ ഗീതം പാടുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയാണ്. കർത്താവേ, ഞങ്ങളിപ്പോൾ പങ്കുവച്ച ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,
രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധമായ പരമദീപികാരുണ്യത്തിന്റെ മുമ്പിലും നമ്മുടെ അധ്വാനങ്ങളും ഭാരങ്ങളും സമർപ്പിച്ച് നമ്മളൊന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിന്റെ ഇന്നോളമുള്ള അവസ്ഥകൾ കർത്താവ് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് നൽകട്ടെ. കർത്താവ് വലിയൊരു ആശ്വാസം നൽകട്ടെ. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ ചൊരിയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേൽ കർത്താവിന്റെ ഒരു പുതിയ കൃപ നിറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29-ഉം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈ ശുശ്രൂഷ സമയം കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ അതെന്താണോ അത് ഈ അൾത്താരയിൽ സമർപ്പിക്കുക. വല്ലാതെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന അനേകര് ദാ ഇവിടെയുണ്ട്. നിന്റെ വിഷമത്തിൽ, നിന്റെ സങ്കടത്തിൽ ദേ ഈശോ ആശ്വാസം നൽകാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിന്റെ വിഷമങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ പങ്കുവെക്കുക. ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും. ഒരുപക്ഷെ ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് താളം തെറ്റിയ അവസ്ഥയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങിയില്ല. ജീവിതത്തിൽ വല്ലാത്ത ഭാരം. ഈ അധ്വാനം നിന്റെ ഭാരവും നീ ചുമന്നുകൊണ്ട് നീ ക്ഷീണിക്കരുത്. മറിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ കർത്താവ് നിനക്കൊരു കൃപ നൽകുകയാണ്. വലിയൊരു ആശ്വാസം നൽകുകയാണ്. ഈശോ നിന്നെ ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ഭാരം നീ കർത്താവിനെ ഭരമേൽപ്പിക്കുക. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. മകളെ ഓർത്തും മകനെ ഓർത്തും ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ആ ഭാരം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. വലിയ വിഷമത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരൊക്കെയുണ്ട്. വളരെ വലിയ വിഷമം. വീട്ടിൽ നടന്ന ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം അത്രമേൽ ലജ്ജ കൊണ്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരി, ഇത് സഹോദരിക്കുള്ളൊരു സന്ദേശമാണ്. കുടുംബത്തില് ലജ്ജാകരമായ കാര്യം നടന്ന് അത് പുറത്തു പോലും പറയാൻ പറ്റാത്ത വണ്ണം നാണക്കേട്. പക്ഷേ ഈ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്നു. ഈ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്നു. വളരെ കൺഫ്യൂഷൻ, സംശയിച്ച് വിഷമിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെയുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, വളരെ വിഷമം. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്നു, നിനക്ക് ആശ്വാസം നൽകുന്നു. കം ടു മീ all you that are weary and are carry heavy burdens, come to me, I will give you rest. I will give you rest. Yes, ഈശോ നിനക്ക് റെസ്റ്റ്, നിനക്ക് ആശ്വാസം നൽകാൻ ആഗ്രഹിക്കുകയാണ്. ചില രോഗപീഠകൾ ഉണ്ടായതിൻ്റെ പേരിൽ വല്ലാണ്ട് വിഷമിച്ച് എന്നെ ദൈവം പോലും ഉപേക്ഷിച്ചോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചിലരെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിന്നോടാ പറയണം, നീ വിഷമിക്കേണ്ട. യു കം ടു മീ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിന്റെ വിഷമങ്ങൾ എന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തളർന്നവന് കർത്താവ് ബലം നൽകും, ദുർബലന് ശക്തി കിട്ടും. കർത്താവ് നൽകും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം 29, 30, 31. യുവാക്കൾ തളരാം, ശക്തിയറ്റ് വീഴാം, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. എൻ്റെ സഹോദരി സഹോദര, സമർപ്പിക്ക്. കടബാധ്യതയുടെ നടുവിൽ വിഷമിക്കുന്നവരെ നീ സമർപ്പിക്ക്. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും അധ്വാനത്തിലേക്ക്, ഭാരത്തിലേക്ക് കർത്താവിൻ്റെ കൃപ നിറയപ്പെടട്ടെ. നിന്റെ ഉത്കണ്ഠയും ഭാരവും കർത്താവ് ഏറ്റെടുക്കുന്നു.
മത്തായി സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് നിറയട്ടെ. ശക്തമായ തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി അത് ഇപ്പോൾ തന്നെ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാരം കർത്താവ് മാറ്റുന്നു. കർത്താവ് സ്വസ്ഥത നൽകുന്നു, ആശ്വാസം നൽകുന്നു. ശരീരത്തിൽ നീർക്കെട്ട് മൂലം ദിവസങ്ങളായി വല്ലാണ്ട് വിഷമിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള കൃപയാണ് ഒഴുകുന്നത്. സെലിൻ എന്നുള്ള മറ്റൊരു സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈശോയുടെ കൃപ നിന്റെ മേൽ ഒഴുകുന്നു. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക, അത് ഏറ്റെടുക്കുക. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും എന്ത് ഭാരമാണോ, എന്ത് അധ്വാനമാണോ, ദുഃഖമാണോ നിന്നെ വിഷമിപ്പിക്കുന്നത്, ആ വിഷയത്തിൽ എൻ്റെ ഈശോ എനിക്ക് ആശ്വാസം നൽകുന്നു എന്ന് വിശ്വസിച്ച് മുട്ടുകുത്തുക. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം, യെസ്, എൻ്റെ കർത്താവ് മോശയ്ക്ക് കൊടുത്ത വാഗ്ദാനം എന്നിൽ സംഭവിക്കുന്നു. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. കർത്താവെ, അങ്ങ് തന്നെ മോശയോടുകൂടെ എന്നതുപോലെ എൻ്റെ മേലും വന്ന് എനിക്ക് ആശ്വാസം നൽകുന്നു. വിശ്വസിച്ച് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും